എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ബെഡ്റൂമിലേക്ക് ചായ ആയിട്ട് നയന വരുവാണ്. അങ്ങനെ ചായ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആദർശിന് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നയന അറിയുന്നുണ്ട്. കാരണം ആദർശനോട് തന്നോട് നല്ല ഇഷ്ടമുണ്ട്. ഇപ്പൊ പ്രണയമുണ്ട്, മുമ്പത്തെ പോലെ ഒന്നുമല്ല. പക്ഷെ അത് തുറന്നു പറയാനായിട്ടൊരു മടി. പിന്നീട് ആദർശ് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാ ഒരാളെ പ്രണയിക്കണേന്ന് പറയാ. പെട്ടെന്ന് നയന വെച്ചാൽ അതാരാ? അല്ല അത് പിന്നെ ഞാന് എന്ന് പറഞ്ഞ് വിൽക്കുവാണ്. അല്ല നീ ആരെയാലും പ്രേമിച്ചിട്ടുണ്ടോന്ന് ചോദിക്കുക. ഉണ്ടോന്നോ? ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരെ പ്രേമിച്ചിട്ടുണ്ടോ പറയാ. ഇത് കേട്ട ആദർശ് ഒന്ന് ഞെട്ടി. നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കും. അല്ല പിന്നെ അതെ, നമ്മുടെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിൽ പ്രണയമുണ്ട്. നമുക്ക് പലരോടും പ്രണയം തോന്നും എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാം സ്വന്തമാക്കണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അങ്ങനെ പ്രണയമില്ലാത്ത ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം. ഇതിപ്പം ആദർശന്റെ മനസ്സിലുണ്ടാകാത്ത എന്റെ കുഴപ്പമെന്ന് പറയാ. ഈ സമയം ആദർശ് ഓർത്തു, ഇനി ഇവൾക്ക് സീരിയസ് ആയിട്ട് ഇതിൽ പ്രണയം ഉണ്ടായിരുന്നോ? പിന്നീട് ചോദിച്ചു, അല്ല നീ ആരെങ്കിലും ആയിട്ട് പ്രണയത്തിലായിരുന്നോ എന്ന് ചോദിക്കും. അതെ, ഞാൻ ആരുമായിട്ട് പ്രണയത്തിലൊന്നും അല്ലായിരുന്നു. അങ്ങനെ എനിക്ക് പ്രണയം, അങ്ങനത്തെ പ്രണയങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് പറയാം. പരസ്പരം രണ്ടുപേരും തുറന്നു പറഞ്ഞ പ്രണയങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. പിന്നെ അതിനൊന്നുള്ള സമയം എനിക്കില്ലായിരുന്നു പറയാം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആദർശിന് ശ്വാസം നേരെ വീണ്. എന്റെ ഭഗവാനെ, രക്ഷപ്പെട്ടു. അവള് പ്രേമം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു നിമിഷം താൻ ഞെട്ടിപ്പോയി. ഇനി ഇവൾക്ക് വല്ല പ്രേമം ഉണ്ടായിരുന്നോ എന്നുള്ള ചിന്തയൊക്കെ മനസ്സ് വന്ന. ഭാഗ്യത്തിനില്ല. എന്താ ആദർശേട്ടാ, എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുക. ഒന്നുമില്ല, ഇനിയിപ്പം നിനക്ക് പ്രേമം ഉണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. നയയുടെ മനസ്സിലിട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ പറയണേ. അപ്പൊ നയനെ മനസ്സിൽ വിചാരിച്ചു, കള്ളൻ, തന്റെ മനസ്സിൽ ആരുമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറയണത് തന്നെ. പിന്നീട് ആദർശ് രാവിലെ ഓഫീസിലേക്കായിട്ട് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് കിരണിനെ കാണുന്നത്. കിരണിനെ കണ്ടുകഴിഞ്ഞപ്പം കിരൺ ആദർശനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ കിരണും ആദർശ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചു, എങ്ങനെയായി നയനയുമായിട്ട് കൂട്ടായെന്നൊക്കെ ചോദിക്കാം. എന്താണ് നീ അങ്ങനെ വെച്ചേ? അല്ല ഞാൻ ചോദിക്കാതെ കല്യാണം എന്നോട് ഒന്ന് പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോട് പറഞ്ഞില്ലായിരുന്നോ, ഇത്രയും കാലമായിട്ടും നീ അവളെ ഭാര്യയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം കല്യാണോട് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നയന പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ആദർശേ, നിന്റെ കുടുംബത്തിലേക്ക് വന്ന പെൺകുട്ടി വിളിച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ളത് നയനയ്ക്ക. നിന്റെ അമ്മേനേക്കാളും നവ്യനേക്കാളും എല്ലാവരെക്കാളും നല്ല സ്വഭാവം നയനയ്ക്ക് തന്നെയാ. അവൾ ഇനിയെങ്കിലും നീ അംഗീകരിക്കണം. ഇനിയും അംഗീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേട് മാത്രമല്ല, അത് നിനക്ക് ഭാവിയിലേക്ക് നല്ല നല്ല വേണം ദോഷം ചെയ്യുകയും ചെയ്യുമെന്ന് പറയാ. അല്ല ഞാൻ എന്ത് ചെയ്യാനടാ? നീ അവളെ സ്നേഹിക്കുക, നീ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുക. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഒരു ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിക്കും. എടാ അത് പറഞ്ഞു, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് അവളോട് സംസാരിച്ചില്ല. നീ എന്താ സംസാരിക്കാത്തെ? ഓ നിനക്ക് താല്പര്യം ഇല്ലായിരിക്കും അല്ലേ? പക്ഷെ എനിക്ക് താല്പര്യം കാണുമായിരിക്കും. പക്ഷെ നിനക്കായിരിക്കും താല്പര്യമില്ലാത്ത. നിനക്ക് പേടിയായിരിക്കും. ആരെയെന്നറിയോ? നിന്റെ അമ്മേനെ. പക്ഷെ നിന്റെ മുത്തശ്ശനും നിന്റെ അച്ഛനൊക്കെ സപ്പോർട്ടായിരിക്കും. എടാ ഇത്ര നല്ല സപ്പോർട്ടുള്ള ഒരു മുത്തശ്ശനെ അച്ഛനൊക്കെ എവിടെയെങ്കിലും കിട്ടുമോ നിനക്ക്? എന്നിട്ട് അവർ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും നിനക്ക് നിന്റെ ഭാര്യനെ ഇതുവരെയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലോ. അവളുടെ ആഗ്രഹങ്ങൾ എന്താ, അവളുടെ ഇഷ്ടങ്ങൾ എന്താ, അതെന്തെങ്കിലും നീ ഇതിനോട് മനസ്സിലാക്കിയിട്ടുണ്ടോ? എനിക്കറിയാം എന്റെ കല്യാണിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ അതുപോലെ എന്തെങ്കിലും ഒന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പറയാൻ അറിയാമെന്ന് ചോദിക്കാം. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അങ്ങനെയൊക്കെ ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലേ? അതാ പറഞ്ഞത്, നീ ഇതുവരെയായിട്ട് അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന്. പക്ഷെ എങ്കിൽ അവളോടൊന്ന് ചോദിച്ചു നോക്കി നയനയോട്. നിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വ്യക്തമായിട്ട് തന്നെ ഉത്തരം പറയുമെന്ന് പറയാം. കാരണം നിന്നെ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നീയാണ് അവളെ മനസ്സിലാകാതെ പോയേക്കുന്നത്. അറിയാലോ, ഇനി അവൾക്ക് വേറൊരു ജീവിതമില്ല. പക്ഷേങ്കിൽ നീ ഇപ്പോഴും അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാതിരിക്കുന്നു. നീ അമ്മേനെയും പേടിച്ച് എല്ലാവരെയും പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല ആദർശേ. നിന്റെ കല്യാണത്തിന് ശേഷമാണ് അബിയുടെ കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുട്ടിയാകാൻ പോവാ. അപ്പൊ നയനിക്കും അങ്ങനെയുള്ള മോഹങ്ങളൊക്കെ കാണില്ലേടാന്ന് ചോദിക്കുക. അങ്ങനെ ആദർശനെ നല്ല വിധം ഒന്ന് ഉപദേശിക്കുന്നുണ്ട്. ആദർശ ഉപദേശമൊക്കെ കേട്ടതിന് ശേഷമാണ് ഓഫീസിലേക്ക് പോകുന്നത്. അപ്പം നയനയുടെ ഇഷ്ടങ്ങൾ എന്താന്ന് പോലും താൻ ഇതിലായിട്ട് അങ്ങനെ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. അവളുടെ ആഗ്രഹങ്ങൾ എന്താന്ന് ചോദിച്ചിട്ടില്ല. അതൊക്കെ ഓർത്തപ്പം ആദർശന് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന അനി പുറത്തേക്ക് പോവാണ്. പുറത്ത് പോകുന്ന സമയത്താണ് നന്ദുവിന്റെ അനിയുടെ ഫ്രണ്ട്സിനെ കാണുന്നത്. ഈ സമയത്ത് ആ ഫ്രണ്ട്സ് അങ്ങോട്ട് അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ നന്ദുവിനെ കണ്ടോ, നീ സംസാരിച്ചാന്നൊക്കെ അനിയോട് ചോദിക്കുക. ഇത് കേട്ടത് എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നേ. അതെ നിങ്ങളെല്ലാത്തിനും കൂടിയാ ഈ പ്രശ്നമെല്ലാം ഇങ്ങനെ ആക്കിയെന്ന് പറയാം. എന്ത് പ്രശ്നം? ഞങ്ങൾ എന്താ ചെയ്തേ? മിണ്ടരുത് ഒരു അക്ഷരം. അതെ അവളുടെ മനസ്സിലുള്ള കാര്യം എന്താന്ന് അവള് എന്നോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞെന്ന് പറയാം. ആഹാ, അപ്പൊ നീ അറിഞ്ഞിട്ടാണ് നീ ഇങ്ങനെ ഒന്നും അറിയാത്ത മട്ടിരിക്കുന്നത്. എടാ എന്ത് കാര്യ? അവളുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടമില്ല. അവൾ ഇപ്പോഴും എന്നെ ഫ്രണ്ടായിട്ടാ കാണുന്നതെന്ന് പറയാം. നീ എന്തൊക്കെ വർത്താനം പറയുന്ന? അല്ലടാ അങ്ങനെയൊന്നും അല്ല സത്യാവസ്ഥ. ശരിക്കും പറഞ്ഞാല് അവൾക്ക് നിന്നെ ജീവനാടാ. പിന്നെ ജീവനാണ് പോലും. ഞാൻ ഇതൊക്കെ അറിഞ്ഞു. ഇനി കൂടുതൽ നീ ഒന്നും പറയണ്ടെന്ന് പറയാം. വെറുതെ എന്നെ മനസ്സിലാക്കി എരിപരി കയറ്റിവിടാൻ നോക്കണ്ട. അവൾക്ക് എന്നെ ഇഷ്ടമൊന്നുമില്ല. അവൾ എന്നെ വെറും ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത്. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ? നിന്നോടൊക്കെ ആരടാ പറഞ്ഞ അവൾക്ക് എന്നെ ഇഷ്ടമാണ്?
അവള് തന്നെയാ പറഞ്ഞ, അവളുടെ മനസ്സ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവളുടെ വിഷമം കണ്ടുകഴിയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ അവളുടെ ഫ്രണ്ട്സ് അല്ലേന്ന് ചോദിക്കാം. ഫ്രണ്ട്സ് ആണ് പോലും. ഇത്രയും കാലം നന്ദു കൂടെ വന്നിട്ട് അവളുടെ മനസ്സ് പോലും നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേന്ന് ചോദിക്കുക. ഈ സമയം അവന്മാരാകെപ്പാടെ പെട്ടുപോയി. ഇതെന്താ അനി ഇങ്ങനെ പറയുന്നൊരു ചോദ്യമായിരുന്നു. ഇല്ലടാ, ഞങ്ങളൊന്ന് അവിടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. അവൾ ഞങ്ങളോട് പറഞ്ഞ നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം. പക്ഷെങ്കിൽ നിന്റെ വിവാഹം ഉറപ്പിച്ചുകൊണ്ട് മാത്രം അവൾ പിന്മാറിയിരിക്കുന്നേ. എടാ അതൊന്നുമല്ല, അവളുടെ ചേച്ചി എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. ഏട്ടത്തി അത് കള്ളം പറയാറില്ല, ഏട്ടത്തി സത്യം മാത്രമേ പറയുള്ളൂ. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൾക്ക് എന്നോടൊരു ഇഷ്ടമില്ലെന്ന് പറയാം. എന്നാ ശരി, നന്ദുവിനെ ഒന്ന് കണ്ട് ചോദിച്ചിട്ട് അതിനെ കാര്യമുള്ളതെന്ന് പറഞ്ഞ് അവന്മാര് പോവാണ്. പിന്നീട് നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നന്ദുവിനെ വിളിച്ചിട്ട് കാണാമെന്ന് പറഞ്ഞപ്പോൾ നന്ദു വരുവാണ്. കണ്ടേ സംസാരിച്ചപ്പോൾ എന്താ വിളിച്ചതെന്ന് ചോദിക്കാം. നിന്നോട് ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കേണ്ടത്. എന്ത് കാര്യമാണ്? അനിയെക്കുറിച്ചാന്ന് പറയണം. അനിയെക്കുറിച്ച്? അവനെക്കുറിച്ച് എന്ത് കാര്യ? നീ അല്ലേ ഇന്നാൾ പറഞ്ഞ അവനെ ഇഷ്ടമാന്ന് പറഞ്ഞേ, എന്നിട്ട് ഇപ്പം എന്താ നീ എങ്ങനെ പറയണേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്ന് പറയാം. ഇതെന്താണ് നീ ഇങ്ങനെയൊക്കെ പറയണേ? അവന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അതെ, അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടമാന്നുള്ള കാര്യം? അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്റെ പെരുമാറ്റത്തിൽ നിന്നും നിന്റെ സംസാരത്തിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയേക്കുന്ന വെറുതെ ഊഹാഭോഗം വെച്ച് ഓരോന്ന് പറഞ്ഞു പിടിപ്പിക്കില്ല കേട്ടോ. എൻ്റെ 2 ചേച്ചിമാരവിടെ ഉണ്ട്. ഇനി ഞാനും കൂടെ ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ നടക്കാൻ പോണെന്നറിയാവോ? അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. പിന്നെ അർഹിക്കാത്ത നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. എൻ്റെ മനസ്സിൽ അവൻ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്, അതിനപ്പുറം മറ്റൊന്നും ഇല്ലാന്ന് പറയാം. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഇതല്ലേ? ഞങ്ങളെ ഇവരെ ഫൂളാക്കുമല്ലേന്ന് ചോദിക്കാം. നന്ദു പറഞ്ഞു, ഫുള്ളാക്കിയതല്ല, ഉള്ള കാര്യം പറഞ്ഞേ. അതെ, എനിക്ക് അല്പം ധൃതിയുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാ പോന്നെ. ഇനി മേലാല് അനിയെക്കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. എനിക്ക് അവന്റെ ഒരു കാര്യം കേൾക്കണ്ടെന്ന് പറഞ്ഞു. അവന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഉടനെ എന്നെ കല്യാണം കാണുമെന്ന് പറഞ്ഞിട്ടാണ് നന്ദു അങ്ങോട്ട് പോകുന്നത്. നന്ദുവിന്റെ ഈ പോക്ക് കണ്ടപ്പോൾ അവന്മാര് ഇപ്പൊ നമ്മളാരാ വെറും മണ്ടന്മാരായി അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ നോക്കിയത്. പൊരുത്തം പറഞ്ഞു, എടാ ശരിക്കും പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടാ നമ്മുടെ മുന്നിൽ പൊട്ടനും പൊട്ടിയും കളിക്കുന്നതാന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം. അവിടെ നിന്ന് പോയ നന്ദുവിന് കണ്ണ് നിറഞ്ഞു ഒഴുകാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കറിയാൻ തന്റെ മനസ്സറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരോട് താനിപ്പോൾ കള്ളത്തര പറയണേ. അനിയെ താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതികുമാരി പോയി അനിയോട് വീണ്ടും പറയും. അത് പിന്നെ വലിയത്തെ പ്രശ്നമാവും. നയനടുത്തി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്റെ മനസ്സ് നിറയും. ഒരു കാരണവശാലും അങ്ങനെ സംഭവിച്ചുകൂടാ. താനായിട്ട് ഇനി അനിയുടെ ജീവൻ തകർത്തുകൂടാ. പാവാനി തന്നെക്കുറിച്ച് എടുത്ത് വേദനിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം ഇച്ചിരി വിഷമമൊക്കെ കാണും. പാടെ അത് മാറിക്കൊള്ളുമായിരിക്കും തന്റെ മനസ്സിൽ നിന്ന്. പക്ഷെ അനിയുടെ രൂപം പെട്ടെന്നൊന്നും അങ്ങനെ മാഞ്ഞു പോകത്തില്ല. അങ്ങനെയൊക്കെ വല്ലാത്ത സങ്കടം ഓർത്താണ് നന്ദു വീട്ടിലേക്ക് വന്ന് കയറുന്നത്. അപ്പം നന്ദുവിന്റെ മുഖം കണ്ടപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റി? നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ നിൽക്കും? ഒന്നുമില്ല. അല്ല നീ ഇത് എവിടെ പോയതാ? അമ്മ അച്ഛാ, എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയതെന്ന് പറയാം. എന്നിട്ട് നിന്റെ ആ മുഖം എന്താ എങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുക. അതും ഇനിയിപ്പം നീ അനിയെ എങ്ങനെ കണ്ടോന്ന് ചോദിക്കുക. ഇല്ല അച്ഛാ, ഞാൻ അനിയൊന്നും കണ്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു, കുറച്ചേരം സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പോകാന്ന് പറയാം. ശരിയെന്ന് ഗോവിന്ദൻ പറയാണ്. ഗോവിന്ദന് വിശ്വാസം വന്നു. കാരണം ഇപ്പം നന്ദുവിന് ഇനി കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. അവളുടെ മുഖം കണ്ടറിയാം അവൾ കള്ളത്തരമല്ല പറയണേ, സത്യമുള്ള കാര്യമാണ് പറയണമെന്ന്. പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം ആദർശ് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരുന്ന വഴി ഓർത്തു, അവൾക്ക് എന്തായിരിക്കും ഇഷ്ടമുള്ളത്? കിരൺ പറഞ്ഞ പോലെ അവളുടെ ആഗ്രഹങ്ങളൊന്നും താൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവൾക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ മുല്ലപ്പൂ വെച്ച് കിടന്നിട്ട് എന്ത് നല്ല സ്മെല്ലായിരുന്നു. ഇന്ന് മുല്ലപ്പൂ കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ അവൾ തലയെ ചൂടിക്കോളും. അതൊക്കെ ആദർശിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് ആദർശ് എന്ത് ചെയ്യുകയാണ്, നയനയ്ക്കുള്ള മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചോണ്ടാണ് വരുന്നത്. അങ്ങനെ മുല്ലപ്പൂ ഒക്കെ അവൻ വാങ്ങിച്ചോണ്ട് കയറി വരുന്ന സമയത്താണ് നയന അവിടെ ഹാളിലുണ്ടായിരുന്നു. അപ്പം നയന വെച്ചാൽ എന്താ കയ്യിലെന്താ കവർ, എന്താന്ന് പേപ്പർ എന്താന്ന് ചോദിക്കണം. അത് നിനക്കുള്ള കുറച്ച് മുല്ലപ്പൂവാന്ന് പറയും. എനിക്കുള്ള മുല്ലപ്പൂവാ. അതെ. ആഹാ, അത് കൊള്ളാലോ. ഇത് പതിവിന് വിപരീതമായിട്ടുള്ള, ഇങ്ങനെയൊന്നും പതിവില്ലാത്ത ആളാ ആദർശേണ്ണ. അല്ലാതെ പിന്നെ ഞാൻ വഴി കണ്ടപ്പോൾ മേടിച്ചാ. നിനക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് വാങ്ങിയതാന്ന് പറയണം. ഓ, അതുകൊണ്ട് വാങ്ങിയതല്ലേ? അതെ, എന്നാന്ന് പറയും കൊടുക്കുവാണ്. അല്ല, ആദർശേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നല്ലേ? ആദർശേട്ടൻ തന്നെ വെച്ച് എന്നേക്കാൻ പറയണം എന്നും പറഞ്ഞ് നയനെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് ആദർശം എന്ത് ചെയ്യുവാണ്, ആ തലയിലേക്ക് അങ്ങോട്ട് മുല്ലപ്പൂ ചൂടിച്ചു കൊടുക്കുക. ഈ സമയത്താണ് ദേവേനും ജലജ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. സ്റ്റെയർ ഇറങ്ങി വരുന്നത് ദേവേനും ജലജ കാഴ്ച കണ്ടു. കണ്ടും ദേവേണ്ടു ജലജ പറഞ്ഞു, നോക്കടുത്ത് ഇതേ കാണിക്കുന്ന കാഴ്ച ഉണ്ടോ? ദൈവമേ, നേരത്തെയൊക്കെ മുറി വെച്ചായിരുന്നു ഇവരുടെ പ്രണയരംഗങ്ങളൊക്കെ. ഇപ്പൊ കണ്ടില്ലേ, തലേ മുല്ലപ്പൂ ഒക്കെ ചൂടി കൊടുക്കുന്നു. എന്തൊക്കെ കാണണം. ഇങ്ങനെ പോയിട്ടാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഏട്ടത്തിനെ ഇവിടെ ചവിട്ടി അരയ്ക്കും അവള്. കണ്ടോ, ഇപ്പൊ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുള്ള സംശയം. അപ്പൊ ആദർശ് പരസ്യമായിട്ടല്ലേ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. ഇത്രയും നാളും ഏട്ടത്തിയുടെ മുന്നിൽ പാവം ഒരു പൂച്ചയെ പോലെ നിന്നാണ്. ഇപ്പൊ കണ്ടില്ലേ കിടന്ന് ആള് കളിക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കുക. ഇത് കണ്ടും ദേവേന് പറഞ്ഞു, നീ വെറുതെ തന്നെ അനാവശ്യം ഒന്നും പറയരുത് ജലജയെന്ന് പറയണം. പിന്നെ അനാവശ്യം പറയുന്നതാണോ? ഏട്ടത്തിന്റെ കൺമുന്നിലല്ലേ ഓരോ കാട്ടായങ്ങളെ കാണുന്നത്. ഇവിടെ വേറുള്ളവരെന്നുള്ള ചിന്ത പോലും ഇല്ല. കണ്ടില്ലേ, രണ്ടുപേരുടെയും പ്രണയ ലീലകളെന്ന് പറയണം.
അങ്ങനെ മുല്ലപ്പൂവൊക്കെ ആദർശം വെച്ചു കൊടുത്തിട്ട് അതിനോട് ചെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കും. കൊള്ളാന്ന് പറയണ. അങ്ങനെ രണ്ടുപേരും കൂടെ നിൽക്കുവാണ്. പിന്നീട് ആദർശം അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്താണ് ദേവേന ഇങ്ങോട്ട് ഇറങ്ങി വരുക. ദേവേന് വന്നിട്ട് നയനയുടെ തലേ നാം മുല്ലപ്പൂ എല്ലാം കൂടെ വലിച്ചു പറിക്കും അങ്ങോട്ട്. പെട്ടെന്ന് നയന ചോദിച്ചു, അമ്മ എന്ത് പരിപാടി അമ്മ കാണിക്കുന്ന ചോദിക്കും. അവള് മുല്ലപ്പൂ വെച്ച് ഒരുങ്ങിയിരിക്കുന്നു. നീ എങ്ങോട്ട് പോകാനാണ് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നേ? നീ കൂടുതൽ ആളാവൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി. എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ എന്റെ മോനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചേന്ന് ചോദിക്കുക. അമ്മ എന്തായി കാണിക്കണമെന്ന് ചോദിക്കാം. എന്തേ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മോനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നീ ശ്രമിച്ചാണ്ടല്ലോ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഓടിക്കും. പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ടെന്ന് പറയാണ്. ചേട്ടത്തി പെട്ടെന്ന് ചേട്ടത്തി എന്താ കാണിക്കണേന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് ആദർശും മൂർത്തിമുത്തച്ഛനൊക്കെ അവര് കണ്ടു നയനയുടെ നിപ്പ് തലേന്ന് മുല്ലപ്പൂ വലിച്ചെടുക്കുന്നതൊക്കെ. പെട്ടെന്ന് ആദർശ അമ്മയെന്നും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. ഇത് കണ്ടതും ദേവേനും ജലജിയും ഒന്നും ഞെട്ടി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ആദർശ് വന്നിട്ട് ഇപ്പൊ ഇനി ഉറപ്പായിട്ടും ദേവേനെ പഞ്ഞിക്കിടും. കാരണം ആദർശ് സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മൂർത്തിമുത്തച്ഛനും. കാരണം താന് അവളുടെ തലയിൽ വെച്ചു കൊടുത്ത മുല്ലപ്പാണ് അമ്മ വലിച്ചു പറിച്ച് കളഞ്ഞിരിക്കുന്നത്. അതിന്റെ കാര്യമൊന്നും അമ്മയ്ക്കില്ല. അല്ലെങ്കിലും ഭാര്യയുടെ തലയിൽ മുല്ലപ്പൂ വെച്ചു കൊടുത്തെന്ന് ഓർത്തോണ്ട് അമ്മായിമ്മയ്ക്ക് അത് വലിച്ചു പറിച്ച് കളയേണ്ട ആവശ്യമില്ലോ. അപ്പൊ എന്താണെങ്കിലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഇനിയിപ്പോ ആദർശ. ഇനിയിപ്പോ ദേവയാനിനെ നേർക്ക് നേരെ നോക്കി ഇനിയിപ്പോ പൊളിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.